കാറ്റത്തി കിളികൂടിൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ഗായത്രിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയാനായിട്ട്. അപ്പം ഗായത്രി പറയുകയാണ്, ഞാൻ സുധീഷിൻ്റെ കാറിൽ മിക്കപ്പോഴും കയറാറുണ്ട്. ഒരു ദിവസം ഫോൺ കാറിൽ വെച്ച് മറന്നുപോയി. എന്നിട്ട് ഫോൺ എനിക്ക് സുധീഷ് ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. പിന്നെ ഞാൻ സുധീഷിന് ഒരുപാട് നേരം സംസാരിക്കും. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ അനിയൻ വഴിയാണ് സുധീഷിനോട് ഞാൻ ഇഷ്ടം പറയുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. സുധീഷ് ആകെ എന്ത് ചെയ്യണത്, ദൈവമേ, ഈ അട്ട പിടിക്കണ പോലെ പിടിച്ച് ചുറ്റിക്കുമല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ്. എന്നിട്ട് ഒന്ന് കൈവിടാമോ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് മുങ്ങുവാണ് കേട്ടോ. മുങ്ങി സുധീഷ് വേഗം വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി വേഗം തന്നെ സുധീഷ് കഴിക്കാനുള്ളതൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നിധി ചോദിക്കും, ഇത് ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് അവിടെ നിന്നൊന്നും കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ ഹരീഷ് പറയും, എന്തോ പ്രശ്നമുണ്ടല്ലോ ഏട്ടത്തി എന്ന് പറയും. എന്ത് പ്രശ്നം, ഞാൻ അവിടെ നിന്ന് സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചോളൂ, ഫുഡ് ഇവിടെ സുഭാഷേട്ടൻ ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗായത്രി ആണെങ്കിൽ സുധീഷിനെ കാണാത്തതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം നിധി ഇതിനെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന് അത് അവൾ ചുമ്മാ വിളിക്കുന്നത്, ഞാൻ ഈ ഫുഡ് കഴിച്ചില്ലായിരുന്നു അത് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് സുധീഷ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുക, എന്തോ കുഴപ്പമുണ്ട്, എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇവർ. അപ്പോൾ സുഭാഷ് നീ മിണ്ടാതിരിക്കണം, അവൻ കഴിക്കട്ടെ എന്ന് പറയാണ്. അതിനുശേഷം നിധി നോക്കുമ്പോൾ അച്ഛൻ പുതച്ചു മൂടി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തോ സുഖമില്ലെന്ന് തോന്നുന്നുള്ളൂ, എന്നും എഴുന്നേൽക്കുന്ന സമയമായല്ലോ എന്ന് നിധി പറയണം. അപ്പം സുധീഷ് പറയും, ഓ ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിയടിച്ചിട്ട് കിടക്കണേക്കെ, അതായിരിക്കും എഴുന്നേറ്റ് കഥയെന്ന് പറയും. അതിനുശേഷം അടുക്കളയിൽ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കണേന്ന് പറയും. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയും, ചോറും സാമ്പാറും ആലു ഫ്രൈയും ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ ആലു ഫ്രൈ ഒന്ന് പൊട്ടറ്റോ വറുത്തത്. അപ്പോൾ പിന്നെ ഈ ചാന്ദിനിയുടെ കൂടി ഹിന്ദിയൊക്കെ സംസാരിച്ച് തുടങ്ങി എന്നുള്ള രീതിയിൽ സുഭാഷേട്ടനെ എല്ലാവരും കൂടിയിട്ട് കളിയാക്കുവാണ് കേട്ടോ. അതിനുശേഷം പിന്നെയും വന്ന് നിധി നോക്കുമ്പോൾ അച്ഛൻ പുതച്ചുകൂടി കിടക്കും. അപ്പോൾ നിധി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ പനിയുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അങ്ങ് വന്ന്, അച്ഛൻ പനിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് പറയും. അപ്പം ഭാസ്കരൻ പറയുക, ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധി സുഭാഷിൻ്റെ അടുത്ത് പറയും, നമുക്ക് മരുന്നെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഗുളിക എല്ലാം എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാം. എന്നിട്ട് ഗുളികയൊക്കെ എടുത്ത് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്താ നികേഷേ നമ്മുടെ വണ്ടി പോവാത്ത, ഇതുവരെ ഇത്രയും നേരമായിട്ടും ബസ് സ്റ്റോപ്പിലേക്ക് പോവാത്ത വണ്ടി എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്ന് പറയാം. അല്ല, അപ്പോഴാണ് നികേഷിന് മനസ്സിലായത് സുധീഷിനെ പറ്റിയാണ്. അപ്പോൾ സുധീഷ് പറയും, ഇന്ന് അവൾ വരില്ല, അതുകൊണ്ട് ആളെ കാണാനില്ലാണ്ട് ഞാൻ പോയിട്ട് എന്താണെന്ന് പറയും. അതിനുശേഷം സുധീഷ് ഡ്രൈവിങ്ങിലാട്ടോ. സുധീഷിനെ ഗായത്രി വിളിച്ചുകൊണ്ടേ ഇരിക്കുക. കുറേ കഴിഞ്ഞിട്ട് ആളെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞിട്ട് സുധീഷ് ഫോൺ എടുത്തിട്ട്, എനിക്ക് എന്താ നീ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്, സുധീഷ് എന്താ ഫോൺ എടുക്കാത്തതെന്ന്, നീ ഇന്നലെ അവിടെ എന്തെങ്കിലും ബോയ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞത്, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗായത്രി പറയുകയാണ്, എനിക്കിഷ്ടമാണെന്നല്ലേ നിങ്ങളുടെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്, പിന്നെ ഇത്ര എന്നോട് ആ രീതിയിലല്ലേ സംസാരിച്ചത്, പിന്നെ എന്തിനാ ഇപ്പം മാറ്റി പറയണേന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സുധീഷ്, ദൈവമേ, ഏത് നേരത്താണോ എനിക്കിത് തോന്നിയെന്നുള്ള രീതിയിൽ സുധീഷ് ആകെ പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നിന്നെ കണ്ടിട്ടില്ല, നീ എന്നെക്കാളും എന്തോരം ചെറിയ കുട്ടിയാണ്, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. സുധീഷ് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു സുധീഷിന് പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.